അവർക്ക് നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം സൂസൈഡിനെ കുറിച്ചാണല്ലേ. കുഞ്ഞു കുഞ്ഞു മക്കൾ അല്ല വെച്ചാൽ കുറച്ച് പ്രായം ചെന്നവർ, അത് പ്രായഭേദമന്യേ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ. അവിടെ തൂങ്ങി മരിച്ചു, ഇവിടെ വിഷം കഴിച്ച് മരിച്ചു, ഇവിടെ ആക്സിഡൻ്റലി ട്രെയിനിൻ്റെ മുമ്പിൽ എടുത്ത് ചാടി എന്ന് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഞങ്ങളടുത്ത് ചെറിയൊരു കാര്യം പറയട്ടെ. ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഡോളേഴ്സ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് ക്ലാസ്സിലിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഈ പൈസ ആർക്കെങ്കിലും വേണമെന്ന്. അപ്പോൾ അവരിലെല്ലാവരും കൈ ഉയർത്തി. ഇതേപോലെ കാലിൻ്റെ ചോട്ടിലിട്ടിട്ട് നന്നായിട്ട് ചവിട്ടി അരച്ചതിന് ശേഷം വീണ്ടും ആ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഈ പൈസ ആർക്കെങ്കിലും വേണമെന്ന്. അപ്പോൾ അവർക്ക് വേണമെന്നുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്തു. സോ നമ്മൾക്ക് എല്ലാവർക്കും ആ വിദ്യാർത്ഥികളെ പോലെ അറിയാം, ഈ ഡോളേഴ്സ് കയ്യിൽ ചുരുട്ടിയാലും കാലിലിട്ട് മിതിച്ചാലും ഇനി എടുക്കാൻ പറ്റുന്ന ചളിക്കുണ്ടിൽ വീണാലും ഇതിൻ്റെ മൂല്യം ഒട്ടും തന്നെ കുറയുന്നില്ല. ഇതുപോലെയാണ് ഓരോ മനുഷ്യരായ നമ്മളിനി ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ വന്നാലും, നമ്മളിനി ഏതൊക്കെ അവസ്ഥയിൽ നടക്കുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം, ബിസിനസ്സിൽ തകർച്ചയുണ്ടാവാം, ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാവാം, കുടുംബ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവാം, കുട്ടികളുടെ പഠിത്തത്തെക്കുറിച്ചുള്ള ആദ്യം ഉണ്ടാവാം. പല പ്രശ്നങ്ങൾ ദിനം പ്രതി നമ്മുടെ ലൈഫിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കാം. പക്ഷെ നമ്മുടെ മൂല്യം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ദിവസവും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം, നമ്മുടെ മക്കളെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആരായിക്കോട്ടെ, ഇത് റിലേഷൻഷിപ്പിൽ പെട്ട ആൾക്കാരാണെങ്കിൽ അവരോട് നമ്മൾ പറയണം, നമ്മൾക്ക് നമ്മുടേതായ ഒരു മൂല്യം ഉണ്ടെന്നേ. അത് വേറൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ എന്നെക്കുറിച്ച് എനിക്കറിയുന്ന പോലെ മറ്റൊരാൾക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ സ്കിൽ എന്താ, നമ്മളുടെ പവർ എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിലൂടെ മറ്റൊരാൾ കടന്നു പോയാൽ മാത്രമേ ഇതൊക്കെ താങ്ങാനും സഹിക്കാനും അറിയാനും പ്രവർത്തിക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു എന്ന് നമുക്ക് വിലയിടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ആരും തന്നെ മറ്റൊരാളുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ജഡ്ജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അവരങ്ങനെ ചെയ്യായിരുന്നില്ലേ, ഇവൾക്ക് ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ, ഇവൾ കുറച്ചും കൂടി ബെറ്ററായി ജീവിക്കായിരുന്നില്ലേ, ഇവൾക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടിയതിനെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. പൊതുവേ നമ്മുടെ മലയാളി സമൂഹത്തിന് ഭയങ്കര ത്രില്ലുള്ള ഒരു കാര്യമാണ് മറ്റൊരാളുടെ ലൈഫ് എടുത്തില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ എടുത്ത് ജഡ്ജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പോണ്ട. സ്വന്തം മൂല്യം മനസ്സിലാക്കി സ്വയം അങ്ങ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 90% വിജയിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കാര്യപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ മൂല്യം ആ $20 മൂല്യം പോലെ സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ കഴിവുകളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.